ഇതിന് പച്ച മലയാളത്തിൽ കുശുമ്പ് എന്ന് പറയും. തിന്നാൻ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കണം. എന്തോ ജീവി വന്നെന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റത് നന്നായി എന്നാണേലും. ഹായ്, 123 ബ്ലോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് ഇപ്പൊ നിൽക്കുന്നത് പഴയ ക്യാമ്പ് സൈറ്റിൽ തന്നെയാണ്. അവിടെ നിന്ന് ഇനി അടുത്ത സൈറ്റിലേക്ക് പോകണം. കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് നമ്മൾ അടുത്ത സൈറ്റിൽ പോകും. അതെ, രാവിലെ കട്ടൻ ചായയൊക്കെ കുടിച്ചു ഇന്ന് രാവിലെ. ഇനി കാപ്പി ഉണ്ടാക്കണം. മീൻ ഇന്നലെ പിടിച്ചത് ഇരിപ്പുണ്ട്, അതിനെ വറക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത സൈറ്റിലേക്ക്. അടുത്ത സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാട്ടോ. പറമ്പാണെങ്കിലും പറമ്പാണ് സംഭവം. കണ്ടു കഴിഞ്ഞാൽ കിടുങ്ങി പോണ സൈസ് കാടാ. ഭയങ്കര പാറക്കെട്ടുകളും വലിയ വലിയ മരങ്ങളും. പുഴയരികിൽ തന്നെ കേട്ടോ, പുഴയെന്ന് പോകുന്നില്ല. അതെ, പുഴയുടെ അടുത്ത സ്ഥലം തന്നെ. വലിയ പാറക്കെട്ടും വലിയ മരങ്ങളും ഒക്കെ ഉള്ള കാട്ടിലേക്ക്. അപ്പൊ വീഡിയോ എല്ലാരും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാട്ടോ. കപ്പ ദേ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി തന്നെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. മൊത്തം ചാരം പറന്ന് നിൽക്കുക കാറ്റിന്. അങ്ങനെ 2 ദിവസത്തെ സ്റ്റേ ഇവിടുത്തെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. ഇവിടെ നല്ല സുഖമായിരുന്നു കേട്ടോ. ഇവിടെ കിടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക്. ഇവിടെയും ഭയങ്കര പാറക്കെട്ടും ഭയങ്കര കാടുകളുമാണ്. മുകളിലേക്ക് നോക്കി ഭയങ്കര കാടാണ്. ഇത് ഈ സൈഡിലേക്ക് നോക്കിയാലും ഭയങ്കര കാടാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഇതേ ഈ വഴി അങ്ങ് പോകണം. ഇതിലെ വഴിയൊന്നുമില്ല, കാട്ടിൽ കൂടെ ചവിട്ടി പൊളിച്ച് പോകണം. ഇന്നലെ വൈകുന്നേരം പോയി നോക്കിയിട്ടുണ്ട് ഞങ്ങൾ സൈറ്റ്. അവിടെ ചെന്ന് കുറേ മരങ്ങൾ വെട്ടിക്കളയണം. അങ്ങനെ കുറേ പണിയുണ്ട് അവിടെ. ചെറിയ ചെറിയ മുരിക്കും ഈ ചീമക്കൊന്നയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിൽപ്പുണ്ട്. അത് വെട്ടിക്കളയണം, എന്നാലേ അവിടെ ലെവലുള്ള ഒരു സ്ഥലം കിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചേരുവ. ഇന്ന് വാട്ടുകപ്പയാണ് സംഗതി. തേങ്ങ ഉപ്പും മാത്രം ഇട്ട് ഉടച്ചെടുത്ത വാട്ടുകപ്പ. മീന് കപ്പയ്ക്ക് ചെറിയൊരു ചമ്മന്തിയും കൂടെ റെഡിയാക്കുന്നു. ഇതേ ഉള്ളിയൊക്കെ ചുട്ടെടുത്ത്, ഉള്ളിയും മുളകും ചുട്ടെടുത്ത ചമ്മന്തി. അത് തന്നെ, ചെറിയൊരു ചമ്മന്തി. വാട്ടുകപ്പ, അച്ചാറ്, മുളക് ചമ്മന്തി, മീൻ വറുത്തത്, കട്ടൻ ചായ. ഞങ്ങള് പെട്ടെന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പെട്ടെന്ന് സ്ഥലം വിടാൻ. മഴ കാറ് കയറി വരുന്നുണ്ട്. മഴക്കാറുണ്ട്. മിക്കവാറും മഴയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല എരിവുണ്ട്, നല്ല പച്ചമുളക്. നല്ല എരിവുണ്ട്. അയ്യോ, കിട്ടില്ല എരുവ, മാരക എരിവ്. ഞങ്ങളുടെ ഒരു ദിവസമാട്ടോ ഞങ്ങൾ കാണിച്ചു തന്നെ ഈ വീഡിയോകളിൽ കൂടെ. രാവിലെ കാപ്പി കുടി, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കല്, വൈകുന്നേരം ഭക്ഷണം കഴിക്കല്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ടെൻറ്റ് വയ്ക്കല്, പിന്നെ മീൻപിടുത്തം, ഓരോ ക്യാമ്പ് സൈറ്റ് കണ്ടുപിടിക്കല്. വീട്ടിൽ നിന്ന് ടെൻറ്റിങ്ങിന് ക്യാമ്പിങ്ങിന് വേണ്ടി വരും പുറത്തു. എല്ലാ ദിവസവും 10 മണിയായതിന് പണിയൊക്കെ തീർത്തിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങണമെന്ന്. ദൈവം സഹായിച്ച് ഇന്നൊരു പകല് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും പണി കാണും അല്ലേ? ഒറ്റ ദിവസം പകലുറക്കം നടന്നിട്ടില്ല. രാത്രിയും താമസിച്ചാണ് കിടക്കുന്നത്. അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരു ദിവസം കൂടുതൽ ഒരു ക്യാമ്പ് സൈറ്റിൽ നിൽക്കുന്നത്. 30 ദിവസത്തെ ക്യാമ്പ് തീർക്കാൻ വേണ്ടി ഞങ്ങൾ എടുക്കുന്ന സമയം 60 ദിവസമാണ്. 2 മാസം.
ഒരു ദിവസം ക്യാമ്പ് ചെയ്യുന്ന വീഡിയോകളൊക്കെ എടുക്കുന്നു, പിറ്റേ ദിവസം അത് ലോഡിങ്ങിനുള്ള ഇവിടെ നെറ്റ് പ്രശ്നവും കൂടെ ഉണ്ട്. പിറ്റേ ദിവസം അത് അപ്ലോഡ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. ആ സമയം വെറുതെ ടെൻറ്റിൻ്റെ അകത്ത് ഇരിക്കുന്നു. പിന്നെ പവർ ബാങ്കൊക്കെ ചാർജിങ്ങിന് ചേച്ചിയുടെ മോൻ വന്ന് പവർ ബാങ്കൊക്കെ എടുത്തുകൊണ്ട് പോയി ചാർജ് ചെയ്ത് വൈകുന്നേരം കൊണ്ടുത്തരും. അതുകൊണ്ടാട്ടോ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റാത്ത. നമ്മുടെ ആരോഗ്യവും കൂടെ നോക്കണമല്ലോ അല്ലേ? അത്രയും ഞങ്ങൾ നോക്കിയിട്ടും ശരിക്കും തളർന്നു പോകുന്നുണ്ട്. ഞങ്ങൾ ക്യാമ്പ് ചെയ്ത സ്ഥലം നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി. പിന്നെ ഇച്ചിരി ചാരം മാത്രമേ കിടപ്പുള്ളൂ. ഇപ്പോൾ ചാരം ഒരു ചിരട്ട, ബാക്കി എല്ലാ സാധനങ്ങളും കണ്ടോ. നിഷ റെഡി. തിരിഞ്ഞേ കണ്ടോ, പുറത്തൊരു വലിയ വായി കണ്ടു ഫുള്ള്. അടുത്ത ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോയാലോ? എന്നാ എടുത്തോ, സാധനങ്ങളെടുത്തോ. ആ പോട്ടെ പോട്ടെ, ഞാനും വരുന്നു. അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ചെറപറ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര കാടാ. ഭയങ്കര കാടെന്ന് പറഞ്ഞാൽ നല്ല കാടാ. കാട്ടിൽ കൂടെ വേണം പോകാൻ. പറമ്പാണ്, കൃഷി സ്ഥലമാണ്, പക്ഷേ ഭയങ്കര കാട് കയറി കിടക്കുക. ഇങ്ങോട്ട് വഴിയില്ല, അതാണ് മെയിൻ പ്രശ്നം. അമ്മേ, അങ്ങനെ ഞങ്ങൾ ടെൻറ്റ് വയ്ക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ വലിയ വെള്ളം വേണ്ടുന്ന സ്ഥലമല്ലേ? ഇല്ല, നല്ല വെള്ളം വന്ന സ്ഥലമാണ്. എവിടെ നിഷയുടെ നിപ്പ് കണ്ടോ? ടെൻറ്റ് വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു നിൽക്കുന്ന. ഇവിടെ നല്ല പണിയുണ്ട്. ഈ ഭാഗം നല്ല പണിയാണ്. പിന്നെ ചുറ്റോട് ചുറ്റും മരമാണ്. പിന്നെ പ്ലാവുണ്ട്, ചക്കയുണ്ട്, ഇഷ്ടംപോലെ ചക്കയുണ്ട്. ഈ മുകളിലൊക്കെ ഉണ്ട്. ബാക്കിൽ വലിയ പാറയാണ് മുകളിലേക്ക്. ഇച്ചിരി അങ്ങ് ഇറങ്ങിയാൽ നേരെ ഫ്രണ്ടിൽ പുഴ. അപ്പോൾ വെള്ളത്തിൻ്റെ ശല്യവും ഇല്ല. നല്ല ഹൈറ്റിലേക്ക് കയറി നിൽക്കുന്നത്. ഇനിയിപ്പോൾ 10 ഉരുൾപൊട്ടലൊക്കെ ഒന്നിച്ച് വന്നാലും നമുക്ക് രക്ഷപ്പെടാം. ഇത്തവണ ടെൻറ്റ് വയ്ക്കാനുള്ള സ്ഥലം ഇത്ര റെഡിയാക്കി എടുത്തു. ഇനി ബാക്കിയും കൂടെ റെഡിയാക്കിയാൽ മതി. നമ്മുടെ ടെൻറ്റ് വെക്കാനുള്ള സ്ഥലമൊക്കെ നല്ല നിരപ്പാക്കി പടുത വലിച്ച് കെട്ടി ക്ലീനാക്കണം. ഞാൻ നിരപ്പായിട്ട് ശരിയായില്ല എന്നും പറഞ്ഞു ഇച്ചു ഒന്നോടെ നിരപ്പാക്കുക. പടുത വെക്കുമ്പോൾ കുന്നും കുഴിയൊന്നും പാടില്ലല്ലോ. അതുകൊണ്ട് ടെൻറ്റ് വെക്കുമ്പോൾ കുണ്ടും കുഴിയൊന്നും പാടില്ലല്ലോ. കണ്ടോ, നല്ല ക്ലീനായിട്ട് നിരപ്പാക്കി. അല്ലെങ്കിൽ ഞാൻ എന്നാ ജോലി ചെയ്താലും ഇച്ച ലാസ്റ്റ് ഒരു ടച്ചപ്പ് ഇച്ചയുടെ വകയായിട്ട് വരും. നിരപ്പാക്കി ഇവിടെ നമ്മൾ അടുപ്പിടണം. അവിടെ ടെൻറ്റ്. ഇനി അവിടെ പുല്ല് കൊണ്ടുവന്ന് ഇടണം. നല്ല നിരപ്പാണെങ്കിലേ തണുപ്പുണ്ടോ, നല്ല പച്ച മണ്ണല്ലേ. അതുകൊണ്ട് നമ്മളെ പടുത കെട്ടിയേക്കുന്ന സ്ഥലം കണ്ടോ, നല്ല ലെവലാക്കി ക്ലിയറാക്കി. നിശതേ ഇങ്ങനെ പന്തം കൊണ്ട പെരിച്ചാടിയുടെ കൂട്ട് നിൽപ്പുണ്ട്. സൈഡിലേക്കൊക്കെ ഭയങ്കര കാടായിട്ട് കിടക്കുമോ. പറമ്പാ, പക്ഷേ ഭയങ്കര കാട്. തൊട്ടടുത്ത് ചക്ക നിൽപ്പുണ്ട്. ചക്ക പുഴുങ്ങാനൊക്കെ ഇടാനെളുപ്പം. ഇവിടെ നിന്ന് ടെൻ്റൊക്കെ പണിത് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ, പൂക്കുറ്റി മഴ, നല്ല മഴ തുടങ്ങി. ഇവിടെ നിന്ന് മഴ ശരിക്കും കാണത്തില്ല. ടെൻ്റൊക്കെ ഇതേ റെഡിയാക്കി. അടുപ്പ് നല്ല സുന്ദരൻ അടുപ്പുണ്ടാക്കിയിട്ട് കണ്ടോ, നല്ല സുന്ദരൻ അടുപ്പ്. എങ്ങോടോ കത്തിച്ച് പിടിച്ച് പോകുന്ന ഒരു ചൊറിയുമ്പോഴും. അങ്ങനെ ഒരു അംഗം പെട്ട് മഴ കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ ഒരു ചാറ്റൽ മഴയേ ഉള്ളൂ. ചീവീടൊക്കെ കിടന്ന് കാരണം കേട്ട് കഴിഞ്ഞാൽ പേടിയാവും. നിഷ ഇങ്ങനെ ഇരിക്കുക അവിടെ, മഴയൊന്നും നനയാതെ.
നല്ല മഴവെള്ളം പിടിക്കാൻ വേണ്ടി ഇതേ പാത്രത്തിൽ വെച്ചു. നിഷ ദേ ഇവിടെ ഇരുന്ന് മുട്ടിവെട്ടല്ല, വിറക് പൊട്ടിക്കുന്നു. നമ്മൾ ടെൻറ്റ് വെച്ചതിൻ്റെ ഫ്രണ്ടിലേക്ക് നല്ല ഭീകരമായിട്ട് കിടന്ന കാടായിരുന്നു. ഭയങ്കര കാടായിട്ട് കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അത് ഞങ്ങളങ്ങ് വെട്ടിത്തെളിച്ചിട്ടു. അപ്പോൾ ഒരു ചെറിയ പേടി അങ്ങ് മാറിക്കോളൂല്ലോ. പേടി ഉണ്ടെങ്കിലും സംഗതി ഇപ്പോൾ അടിപൊളി. ആ സമയത്ത് നിഷ ദേ അടുപ്പിൻ്റെ അകത്ത് മേസ്തിരിമാർ ഒരു കല്ല് കൊണ്ടുവന്ന് വയ്ക്കണ പോലെ കറക്റ്റായിട്ടൊരു കല്ല് കൊണ്ടുവന്ന് വെച്ചു. കണ്ടാ, തണുപ്പ് കയറുകയല്ല. ബുദ്ധി നിഷയുടെ ഒരു ബുദ്ധിയേ. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ചെറിയൊരു പഴം മാത്രം കഴിച്ചോളൂ. ഒരു ഏത്തപ്പഴം 2 കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ദേ അടുത്തത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ദേ നിഷ കുക്കിങ്ങിനല്ല, ചായയൊക്കെ ഇടാൻ വേണ്ടി ദേ തീ പിടിപ്പിച്ചു. അങ്ങനെ ഉദ്ഘാടനം ചെയ്തു അടുപ്പ്. ഇത് കണ്ടോ, പാറയുടെ കല്ലേക്കൂടെ ഒരു ചെടി. നല്ല രസം കേട്ടോ കാണാനേ. എനിക്ക് പേരൊന്നും അറിയത്തില്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ കണ്ടതാ. നീട്ടത്തിൽ കല്യാണ ഡെക്കറേഷനൊക്കെ പോലെ. നമുക്ക് ആറ്റിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴി മൊത്തം കുഞ്ഞ് പള്ളകളാണ്, അത് വെട്ടിക്കളയാണ്. ഇതാട്ടോ ആറേ, അടുത്ത് തന്നെയാണ്. അത് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ പുഴയല്ലേ, നമ്മുടെ ആറാ. ഇതെന്താ ഇത്? ഈ മരത്തിൻ്റെ പേരെന്ന് വെച്ചാൽ ഇത് ഈ ആറ്റുതീരത്തോടെ ഉണ്ടാകുന്ന ഒരു മരമാണ്. എന്തോന്നാ? ആറ്റുവഞ്ചി. കണ്ടോ? ഇത് ആറ്റുവഞ്ചി. കണ്ടോ? ആറ്റുവഞ്ചി. ഒത്തിരി ആഞ്ഞു വെട്ടണ്ടേ. എന്താ മഴയാണ്, മഴ. ചാറ്റൽ മഴയുള്ളൂ ഇപ്പോൾ. ഒരുവിധം നല്ല മഴ പെയ്തു. ഇതാണ് നമ്മുടെ പുഴ. മഴ. ഇവിടെ ഇറങ്ങിയാച്ചത് കണ്ടോ, മഴയാ. മഴ കാണിക്കണം എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇതേ മഴ കണ്ടു. നല്ല മഴ. ഞങ്ങൾ 2 പേരും വന്നതാണ്. കൈയും കാലൊക്കെ കഴുകാൻ വേണ്ടി വന്നപ്പോൾ നല്ല സൂപ്പർ മഴ, മൊത്തം നനഞ്ഞു. അതിൽ എന്നാൽ കുളിക്കാനുള്ള കടവും കൂടെ നോക്കിയിട്ട് പോകാമെന്നും പറഞ്ഞ് നോക്കുക. പാറയൊക്കെ മൊത്തം തെന്നി കിടക്കുവാണേ. അധികം പതിയെ പോകും. ഇവിടെ വന്നിരുന്നു കുളിക്കാം. ഇവിടെ എവിടെങ്കിലും നമ്മുടെ പുതിയ പ്ലേസ്. ഇനി മീൻ പിടിക്കുന്നത് ഇവിടെയാ. നല്ല മഴ പെയ്തോണ്ടിരിക്കുക. മഴ കണ്ടോ? ലൈറ്റ് വെക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണേ. മഴയായി, നല്ല മഴ. അപ്പം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പം നമുക്ക് ലൈറ്റ് വെക്കാൻ വേണ്ടി കെട്ടിവെക്കുന്നതാണ്. കണ്ട, സൂപ്പർ മഴയാ. കണ്ട, മഴ നനഞ്ഞ് കുളമായി. അതുകൊണ്ട് പയ്യെ കുളിക്കാൻ ചാടി പോകുന്ന ഭാഗമാണ്. മൊത്തം നനഞ്ഞ് കുളിച്ച് നാശകോശമായി. നിഷയുടെ പോക്കൊക്കെ കണ്ട, കുത്തി നോക്കാൻ പോവാ വെള്ളത്തിൻ്റെ അകത്ത് താഴ്ച കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? മുങ്ങിക്കേ, നോക്കട്ടെ.
മുങ്ങാനൊന്നും ഇല്ല, വെള്ളം ഇച്ചിരിയേ ഉള്ളൂ. വെള്ളത്തിൽ പാറ്റായിരിക്കുന്ന പോലെ വെള്ളത്തിൻ്റെ അകത്ത് മുങ്ങിയിരിക്കുന്നത് കണ്ടോ? ഇതിന് പച്ച മലയാളത്തിൽ കുശുമ്പ് എന്ന് പറയും. ഞാൻ അവിടെ അങ്ങനെ പോയിരുന്നപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് കൂട്ടാന്നും പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഓടിപ്പോയി അവിടെ പോയിരിക്കുകയാണ്. നല്ല രസമല്ലേ? നല്ല രസമാണ്. നമ്മൾ ഈ കാശൊക്കെ കൊടുത്തുള്ള അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കണേക്കാൾ എന്തൊരു ഭേദമാണെന്നറിയാം. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതിലും വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്, പക്ഷെ അങ്ങോട്ട് പോയില്ല, തെന്നുവന്ന് തോന്നുന്നു. ഇനി നാളെ പകല് വേണം ഒന്ന് പരീക്ഷിക്കാൻ. ഇപ്പം നല്ല മഴയാ. മഴ കുറഞ്ഞപ്പോൾ നല്ല മഞ്ഞ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ? ഒരു 1.5 മണിക്കൂർ വെള്ളത്തിൽ ചാട്ടമൊക്കെ കഴിഞ്ഞ് പയ്യെ വന്ന് ഓരോ പാൽച്ചായയും കോക്കനട്ട് പോളും ഭയങ്കര ഇഷ്ടാട്ടോ കോക്കനട്ട് പോള്. കുറേ നേരം വെള്ളത്തിൽ ചാടി കഴിഞ്ഞപ്പോൾ ആ ക്ഷീണം അങ്ങ് പോയി. അടിപൊളിയായിരുന്നു. നല്ല മഴയായിരുന്നു. മഴയത്തങ്ങ് ചാടി സൂപ്പറായിരുന്നു. ഇപ്പൊ പുഴ നന്നായിട്ട് കലങ്ങി മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പണ്ടൊക്കെ വീട്ടിൽ നിന്നൊക്കെ പുഴയിലെ പോണം ഞങ്ങൾ. ഈ പുഴ തുടക്കത്തില് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ പോയിട്ട് വൈകുന്നേരം അമ്മ വടിയും കൊണ്ട് വന്നം കയറണമെങ്കിൽ. ഇപ്പൊ ഇന്ന് ചാടിയപ്പോ ഞാൻ ഓർക്കുമായിരുന്നു അമ്മേനെ. അല്ലേ? പണ്ടത്തെ കാര്യമൊക്കെ ഓർക്കുമായിരുന്നു. വലിയ കൂട്ടുകാരിയായിരുന്നു. സിന്ധുവിന്റെ പേര് ഞങ്ങൾ ഇമ്പിന്നെ വിളിക്കണേ. ഇമ്പി ഞാനും കൂടെയാണ് പോണത്. പിന്നെ എൻ്റെ ചേച്ചിമാര് കാണും കേട്ടോ. നിങ്ങൾ പുഴ പോയിട്ടുണ്ടോ? ഞങ്ങൾക്ക് പുഴയേ ഉള്ളൂ. ഇവിടെ വൈകുന്നേരം സ്കൂള് വിട്ട് വന്നത് എല്ലാം അങ്ങ് പോവാണ്. നല്ല രസമായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു, അതുകൊണ്ട് വിഷമം വന്നു. വെള്ളത്തിൽ ചാട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ഉന്മേഷമാണ്. ഭയങ്കര ഒരു സന്തോഷവും. പക്ഷെ വെള്ളത്തിന് നല്ല വലിയ തണുപ്പും ഇല്ലായിരുന്നു. നല്ല മഴയാണെങ്കിലും വലിയ തണുപ്പില്ലായിരുന്നു അല്ലേ? വലിയ തണുപ്പില്ലായിരുന്നു. ഇനി വൈകിട്ടത്തേന് വെള്ളമൊക്കെ ഉണ്ടാക്കണം. ഇന്ന് മഴ ആയതുകൊണ്ട് നമ്മളൊന്നും തോന്നില്ല. നേരം അങ്ങനെ സന്ധ്യയായി തുടങ്ങി. കാട്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിടങ്ങും ഇരുട്ടാ മുഴുവൻ. എങ്ങോട്ട് നോക്കിയാലും ഇരുട്ട. പിന്നെ നമ്മുടെ ടെൻറ്റിൻ്റെ അങ്ങോട്ട് നോക്കിയാൽ നല്ല വെട്ടമായി. നിഷ ഇങ്ങനെ തണുപ്പത്ത് അടുപ്പും ചോട്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. തീയൊക്കെ കത്തുന്ന നോക്കി. ഇനി കുക്ക് ചെയ്യണം രാത്രിയിലേക്കുള്ളത്. അത് ചെറിയ രീതിയിലൊരു കുക്കിങ് അത്രേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്ന നിഷ. ചപ്പാത്തി പരത്ത ആയുധം കണ്ടോ? ചില്ല് ഗ്ലാസ് തന്നെ. ഇന്ന് മീനൊന്നും പിടിക്കാൻ ഇറങ്ങിയില്ല. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. പെരും മഴയായിരുന്നു. പിന്നെ ടെൻറ്റ് വയ്ക്കൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ടങ്ങ് പോയി. അങ്ങനെ ഒരു ചപ്പാത്തി റെഡി. ഇനി അടുത്തത്. ഇന്ന് ലൈറ്റായിട്ടുള്ള ഭക്ഷണം കേട്ടോ. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ഭക്ഷണമൊന്നുമില്ല. വൈകുന്നേരം രാത്രി ലൈറ്റായിട്ടൊരു ഭക്ഷണം. അങ്ങനെ നിഷയുടെ ചപ്പാത്തി പരത്ത് കഴിഞ്ഞ് ഇനി ഇവനെ ചുട്ടെടുക്കണം അല്ലേ? ചുട്ടെടുക്കണം. പിന്നെ എന്നാ ഉണ്ടാക്കുന്ന കറിക്ക്? അത് തന്നെ, ഓംലെറ്റ് അടിക്കുന്നു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഭക്ഷണം. വൈകുന്നേരം ഇന്നത്തെ ഭക്ഷണമായ ചപ്പാത്തിയും
ഓംലേറ്റും റെഡി. ഓംലെറ്റ് ആണോ സംഗതി, അത് റെഡി. ഞങ്ങളങ്ങനെ ഇന്നത്തെ ഭക്ഷണം ചപ്പാത്തി ഓംലെറ്റും അങ്ങ് കഴിക്കുന്നു. ഇന്ന് വേറെ കറികളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇന്ന് ഒത്തിരി സമയമെടുത്തു. പിന്നെ പുതിയ സ്ഥലമല്ലേ, ഇതൊരു പുതിയ സ്ഥലമായതുകൊണ്ട് കുറച്ച് വിറക് ഉണങ്ങി വരാനും കൂടെ സമയമെടുക്കും. 2 വിറക് കത്തിച്ച് അടിയിൽ വെച്ച് തീ കൊളുത്തി മണ്ടയിലെ വിറക് ഉണങ്ങി കിടക്കും. ആ കൂടെ മഴയും നല്ല മഴയായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴൊക്കെ അല്ലേ? ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴ. പിന്നെ മീനൊന്നും പിടിക്കാൻ ഇറങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പയ്യെ ടെൻറ്റിൻ്റെ അകത്തേക്ക് കയറി പോകുന്നു. പുറത്ത് മഴയുണ്ട്, പുറത്ത് നല്ല മഴയാണ്. പിന്നെ ഇന്ന് ഹായ് എഴുതിയില്ല കേട്ടോ. അതെ, ഇന്നൊരു ഹായും എഴുതി വെച്ചിട്ടില്ല. അടുത്ത ദിവസം പറയൂ, കാരണം പറയാം എന്താണ്. കാരണം പറയാം, അതിന് മുമ്പ് പറയാം, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഹായും ഒക്കെ. ഇന്ന് ഞങ്ങൾ ഓടിച്ചാടി ഇതിൻ്റെ അകത്തൂടെ നടന്നുകൊണ്ടൊക്കെ ഭയങ്കര താമസം വന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വേറൊരു സ്ഥലത്തായിരുന്നു ക്യാമ്പ് ചെയ്ത് നിർത്തിയത്. ആ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് ഈ ക്യാമ്പിംഗ് സ്പോട്ടിൽ എത്തി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചപ്പോഴാണ്, വെയിറ്റ് എടുത്തിട്ടാണോ എന്തോ ഇവിടെയായിട്ട്, താഴെ ഹാർട്ടിൻ്റെ അങ്ങോട്ടല്ല, ഇവിടെയായിട്ട് വേദന അങ്ങ് വന്നു. ഭയങ്കര വേദന, ഇവിടെയും പുറത്തിനും നല്ല വേദനയാണ് ഒരു സൈഡ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും തിരിച്ചു പോകുന്നത്. തിരിച്ചു പോയി ആശുപത്രി പോയി ഫുൾ ചെക്കപ്പ് നടത്തി. വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. എന്നാ വേദന വന്നതെന്ന് ഡോക്ടർ പറഞ്ഞുമില്ല കേട്ടോ. എന്നാ കാരണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വൈകിട്ട് വരെ അവിടെ കിടത്തി, മരുന്നും കുത്തിയിട്ട്. വേറെ മരുന്ന് പിന്നെ 2 ഇളയ്ക്കും കിട്ടി ഇഞ്ചക്ഷൻ. 2 കൈക്ക് ഇവിടെയും ഭയങ്കര പണിയാ. ഡെയിലി കിട്ടും, എന്നാലും പേടിയാണ് ഇഞ്ചക്ഷൻ. 5 ഇഞ്ചക്ഷൻ കിട്ടി അല്ലേ? 5 ഇഞ്ചക്ഷനും കിട്ടി, ഒരു ട്രിപ്പും കിട്ടി, 6 കൂട്ടം ഗുളികയും കിട്ടി. റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം നമ്മൾ വീട്ടില് റെസ്റ്റ് എടുത്തു. ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ കേട്ടോ. 3 ദിവസം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞാണ് ഇറങ്ങി ഇപ്പൊ വന്നു. ഇനി ഞങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുവാണ് ഇവിടുന്ന് തന്നെ. അതാണ് ഇന്നത്തെ വിശേഷം. ആശുപത്രി പോക്കും അത് കഴിഞ്ഞുള്ള ടെൻഷൻ എല്ലാം കൂടെ ആയിട്ട് ഹായ് ഒന്നും എഴുതിയില്ല. ഞാൻ കമന്റുകളൊന്നും നോക്കിയില്ല ഈ പ്രാവശ്യം. ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് സാധാരണ ഞാൻ ആദ്യം വായിക്കുന്ന, ഈ പ്രാവശ്യം വായിച്ചില്ല, സമയം കിട്ടിയില്ല. അങ്ങനെ അങ്ങ് പോയി. കുറെ കുഞ്ഞു കുട്ടികളൊക്കെ ബർത്ത്ഡേയുടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നാളെ ഞാൻ എഴുതിയിട്ട് അത്യാവശ്യം വായിച്ചോളാം. പിന്നെ എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് നമ്മുടെ അതിർത്തിയിലുള്ള ഇന്ത്യൻ സൈനികരുണ്ട്. സൈനികർക്കൊരു വീക്കായി പറയണമെന്നുണ്ടായിരുന്നു. അതെ, ഒരു നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് പറയണമെന്ന്. ആ ഒരു ഹായ് ഞങ്ങൾ പറയും കേട്ടോ. എല്ലാ സൈനികർക്കും ഞങ്ങളുടെ ഒരു ബിഗ് ഹായ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ നോക്കുന്നവരാണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേദനയൊന്നുമില്ല. ഇടയ്ക്ക് മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഇന്നലെ വരാനിരിക്കുമായിരുന്നു. അന്നേരം മിനിഞ്ഞാന്ന് രാത്രി പിന്നെയും ചെറിയൊരു പെയിൻ വന്നുകൊണ്ടാണ് ഇന്നലെ ഇറങ്ങാതിരുന്നത്. അപ്പൊ ഇന്നലെ കൂടെ റെസ്റ്റ് എടുത്തപ്പോ ഇന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞോണ്ട് ഉച്ചയായി ഞങ്ങൾ ഇറങ്ങുമ്പോ തന്നെ അല്ലേ, അത്രയും നേരം വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഉച്ചയപ്പോ നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് വന്ന് പടുത വലിച്ചു കെട്ടിയതിനും പേരും മഴയായി. പിന്നെ തിരിച്ചു പോയില്ല. കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവര് വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചിങ്ങ് പോരണം. മീൻപിടുത്തമൊക്കെ അടുത്ത വീഡിയോയിലാട്ടോ. ഇനി മീൻ പിടിക്കാനൊന്നും പറ്റിയില്ല, പോയില്ല. മീൻ പിടിക്കാൻ സന്ധ്യയായി. എല്ലാം ഞങ്ങൾ ഇവിടെ എല്ലാം റെഡിയാക്കി, എല്ലാം റെസ്റ്റ് എടുത്തെടുത്താണ് നമ്മളിന്ന് പണിതത്. അതെ, ഒരുപാട് സമയമെടുത്ത് പതുക്കെ
അതുകൊണ്ടാണ് ഒത്തിരി വഴി അല്ലേ. എന്നാലും ഞങ്ങൾ പരമാവധി കണ്ടിന്യൂ ചെയ്യും കേട്ടോ. നമ്മൾ കണ്ടിന്യൂ ചെയ്യും പറ്റുന്ന പോലെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് എത്തിക്കും. എനിക്കറിയാം എല്ലാത്തിനും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അതാണ് ഞങ്ങളുടെ ധൈര്യം. അപ്പോൾ ഇനി നേരം വെളുത്തുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. ഉറങ്ങണം. അതെ, ഇപ്പം ഞാൻ കൂടുതൽ സമയം കിടത്തി ഉറക്കാറുണ്ട്. അല്ലെങ്കിൽ പുള്ളി രാത്രി ഫോണിൽ നിന്ന് തപ്പിക്കൊണ്ടിരിക്കും. ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ച് കിടത്തി ഉറക്കാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ മടിയാണ്, രാത്രിയിൽ ഉറക്കം കുറവായിരുന്നു. ഇപ്പം ഞാൻ സമയം വെച്ച് കിടത്തി ഉറക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പേടിച്ചു പോയിരുന്നേ. ഞാൻ എന്നാ ചെയ്യണേ, ഈ കാട്ടിൽ വന്നിട്ട് വണ്ടിക്ക് പോകണമെങ്കിൽ അങ്ങ് പോകണമായിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയായിരുന്നു. അതിൻ്റെ ഒരു പ്രകാരത്തിൽ വീട്ടിലെത്തിച്ച് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. മനുഷ്യരെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ കുറഞ്ഞപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം ഇതിൽ ചെന്നപ്പോൾ തന്നെ ഉള്ള ടെസ്റ്റ് എല്ലാം കൂടെ ഒക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പേടിച്ചു എന്തായിരിക്കും എന്നാണ്. പിന്നെ സമാധാനമായി, കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം. ഇപ്പം രാത്രി 12 മണി കഴിഞ്ഞു. 12 മണിയാണോ 11 മണിയാണോ? 12 മണി കഴിഞ്ഞു. കണ്ടോ, 12 മണി കഴിഞ്ഞപ്പോൾ പുറത്ത് എന്തോ നടക്കുന്ന സൗണ്ടുണ്ട്. എന്തോ ചെറിയ ജീവിയാ. ഞാൻ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒരു അനക്കവും ഇല്ല അല്ലേ. ഞാൻ ഒന്ന് പുറത്തിറങ്ങി നോക്കട്ടെ. പുറത്തെന്നാ പിണ്ണാക്കാൻ വന്നേക്കുന്നതെന്ന് നോക്കാം. മുള്ളമ്മന്നി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചക്കക്കുരു തിന്നാൻ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കണുണ്ട്. ഒരു ജീവിനെ കാണുന്നില്ല. നമ്മൾ ടെൻറ്റിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓടിക്കളയും. മുള്ളമ്പന്നി ആണേലും എന്നാണേലും ജീവനും കൊണ്ട് രക്ഷപ്പെടും. മുള്ളമ്പന്നിയാ. ഇവിടുന്ന് ഈ ചക്ക കുരു ഇതുപോലെ ചക്ക വീഴുന്നുണ്ട്. അതിൻ്റെ കുരു കടിച്ചു പൊട്ടിച്ച് ഒരുപാട് തിന്നിട്ടുണ്ട്. അതങ്ങാണ്ട് തപ്പി തിന്നാൻ വന്നതാ. അത് കണ്ടം വഴി സ്ഥലം വിട്ടു, കാണാൻ പറ്റിയില്ല. എന്തോ ജീവി വന്നെന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റത് നന്നായി. എന്നാണേലും ഇപ്പോഴാണ് ഗുളിക കഴിക്കണ കാര്യം ഓർത്തത്. ഒരു ലോഡ് ഗുളിക ഉണ്ടായിരുന്നു, അത് കഴിക്കാൻ മറന്നുപോയി. പാതിരാത്രിയായി അല്ലേ. എഴുന്നേറ്റത് നന്നായി. മറന്നുപോയി, ഞാനും മറന്നുപോയി കേട്ടോ. നേരം പരപരാ വിളക്കുന്നേ. പക്ഷെ ഇതുവരെ ഇരുട്ട്. രാവിലെ നമ്മുടെ വാതിൽ തുറന്നാൽ എന്തോ കുയില് പോലുള്ള കിളിയാന്ന് തോന്നുന്നു. നല്ല കരച്ചിൽ കരയുന്നു. കണ്ട, ഇത്ര നേരം വെളുത്ത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് പിന്നെയും കിടന്നു. ഇപ്പം അതേ വെട്ടും കുത്തുമൊക്കെ കേട്ട് എഴുന്നേറ്റാ. അന്നേരം അതേ ഇവിടെ നെഷാട വെട്ടി തകർക്കുക. വിറക് വീറണ ടക്ക് പൊക്കെന്നും പറഞ്ഞിട്ടുണ്ട്. നിഷേ, ഗുഡ് മോർണിംഗ്. ഈ വെട്ടും കുത്തുമല്ലേ, അതുകൊണ്ട് ചാടി എഴുന്നേറ്റാ. ആ ആ ഇനിയിപ്പോൾ ഒരു ചായ ഉണ്ടാക്കി കുടിക്കണം. 8 മണിയായോ? 8 മണി കഴിഞ്ഞെന്നാ പറഞ്ഞത്.
പുഴയിലെ വെള്ളമൊക്കെ അത്യാവശ്യം തെളിഞ്ഞു. കാരണം രാത്രി ചാറ്റൽ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടില്ല, രാത്രി മുഴുവൻ ചാറ്റൽ മഴ. നിഷ അതേ തീ പിടിപ്പിച്ച് ചായ വെച്ചു. ഈ ഭാഗത്തു നിന്നാണ് ഇന്നലെ രാത്രിയിൽ ആ ഒച്ച കേട്ടത്, കടക്കപ്പടക്കെന്നും പറഞ്ഞുകൊണ്ട്. ഇഷ്ടംപോലെ മുള്ളമ്പന്നി നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് രാത്രി. ഈ ചക്കക്കുരു ഞുറുക്കി 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 ഇട്ടിട്ടുണ്ട്. അത് ഈ മുള്ളമ്പന്നിയുടെ പണിയാത്. അങ്ങനെ ഒരു രാത്രി ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇന്ന് 2ാമത്തെ ദിവസത്തേക്ക് കയറുവാണ്. രാവിലെ കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കുക. ആ, 2ാം ദിവസം ഞങ്ങള് അടുത്ത വീഡിയോക്കകത്ത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ടൈപ്പും ചെയ്യുക. ടൈപ്പ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ, ടൈപ്പ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.